തടിച്ച് നമ്മളിന്ന് ഫസ്റ്റ് ഉണ്ടാക്കുന്ന റെഡ് വെൽവെറ്റിൻ്റെ കപ്പ് കേക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പിസ്തയുടെ കപ്പ് കേക്ക്. ബട്ടർ വളരെ മാർജിനാണ് ഉപയോഗിക്കുന്നത്. നാട്ടിൽ പഠിക്കാൻ മൈദ 1 കപ്പ്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. മൈദ 1 കപ്പ്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. കൊക്കോ പൗഡർ 1/2 ടേബിൾ സ്പൂൺ. മാർജറിൻ ഞാൻ ബട്ടറില്ല കേട്ടോ ഉപയോഗിക്കണം. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് ബട്ടർ എടുക്കാം. ഞാൻ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന മാർജറിനാണ്. മാർജറിൻ ആകുമ്പോൾ 3 ടേബിൾ സ്പൂൺ. കാൽ കപ്പ്. ഷുഗർ പൗഡർ 1 കപ്പ്. മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 3/4 കപ്പ് ഇട്ടാൽ മതി കേട്ടോ. മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ. എഗ്ഗ് 1 ചുക്കവുന്ന എഗ്ഗ് ഇപ്പോൾ ബട്ടർ മിൽക്ക് 1/2 കപ്പ്. വാനില എസൻസ് 1 ടീസ്പൂൺ. റെഡ് കളർ 3 to 4 ഡ്രോപ്സ്. പിന്നെ നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ എസൻസ് 2 ഡ്രോപ്സ്. അപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. 96 ഉള്ളൂ. പക്ഷേ കണ്ണിനൊക്കെ ഒരു ചൂട്, ചെറിയൊരു തലവേദന. അപ്പോൾ നമുക്കിത് തുടങ്ങാതെ മേടിക്കാൻ കിട്ടും. അരക്കപ്പല്ലേ പറഞ്ഞേക്കണം. അപ്പം നമ്മൾ ആദ്യം 1/2 കപ്പ് പാല്, ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ, 1 ടേബിൾ സ്പൂൺ വേണ്ട 1 ടീസ്പൂൺ ഷുഗർ, വിനേഗർ. ബട്ടർ മിൽക്ക് ആയിട്ടുണ്ട്, പിരിഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ മാറ്റി വെച്ചു. 1/2 കപ്പ് പാലെടുത്ത്, പാല് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണോളം വിനെഗർ കൂടി ഒഴിച്ചിട്ട്, അതാണ് ബട്ടർ മിൽക്ക്. അത് നമ്മളിവിടെ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂണോളം മാർജറിൻ. നമ്മുടെ ഓവനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഷുഗർ പൗഡർ
ഷുഗർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമുക്കൊന്ന് വീട്ടിലെടുക്കാം. എന്താണ് വീട്ടിലാണൊന്നുമില്ല, വീട്ടിലോട്ട് ചെയ്യാം, ഇത് കുഴപ്പമില്ല. ഞാനിപ്പോൾ വീട്ടിൽ എടുത്തില്ല മാത്രമേ ഉള്ളൂ. കറണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണ്ടേ ഇത്? ഒരു തടിത്തവി ആയാലും മതി. എന്താണ് പ്രതീക്ഷ? ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. അതെ, ആ നമ്മൾ കൈ ഇങ്ങനെ കടഞ്ഞു പോകും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് എത്ര വന്നേക്കണത്? എഗ്ഗ് പൊട്ടിപ്പോയി, അതിൻ്റെ അകത്ത് വെച്ചെന്നെ പൊട്ടിപ്പോയി. മുട്ട അതിൽ തന്നെ പൊട്ടിപ്പോയി. ഇതിനകത്തേക്ക് നമുക്ക് ഈ ബട്ടർ മിൽക്കും കൂടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് റെഡ് കളർ ചേർക്കാം. 4 ഡ്രോപ്സ് വെച്ചിട്ടുണ്ട്. ഇതവിടെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ്, സോറി റെഡ് വെൽവെറ്റിൻ്റെ എസൻസ്. വേറെ ഒന്നും പോയി ഇച്ചിരിയത്തേക്ക് അങ്ങനെ പറയാൻ കാണിച്ചിട്ടാലോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യാം. പിന്നെ ഏത് സൺഫ്ലവർ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി.
ബട്ടർ മിൽക്കും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1/4 കപ്പ് എടുത്താൽ മതി. ബേക്കിംഗ് സോഡയല്ലേ പറഞ്ഞത്? ബേക്കിംഗ് പൗഡർ അല്ലല്ലോ. ബേക്കിംഗ് സോഡ സോഡ എടുത്തില്ല. എടുത്തിട്ടാ അര ടീസ്പൂൺ അല്ലേ പറഞ്ഞിരുന്നത്? അല്ല, 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ. കാല്. ഇതിപ്പോൾ നമ്മൾ ബട്ടറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തൊരു 1/4 കപ്പ് ബട്ടറും 1/4 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്യണം കേട്ടോ. വേണം. ഇപ്പോൾ നല്ല ടൈറ്റായിട്ടായിരിക്കുന്ന ഈ ബാറ്റർ. ഇത് വേണം നമുക്ക് ഇത്തിരി കൂടി നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ലൂസാക്കി എടുക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ടായിരിക്കണം. ഒരിത്തിരി പാലൊഴിച്ച് കൊടുക്കാം നമുക്ക്. ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 3 ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. 3 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ടേ. നമ്മുടെ കപ്പ് എത്രത്തോളം വലുതാണ് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ. നാം പറയുന്ന ടീസ്പൂൺ അളവ് നിങ്ങൾ എടുക്കരുത്. കാരണം നിങ്ങളുടെ കപ്പിൻ്റെ അളവ് പല ടൈപ്പ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ കപ്പിൻ്റെ 1/4 ഭാഗം. ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിൻ്റെ 1/4 ഭാഗം. ഇത് ഞാൻ ഒറ്റ കപ്പല്ലേ വെച്ചേക്കണത്? ഇല്ല, ഞാൻ ഇത്ര ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ കപ്പിൽ തന്നെയാണ്.
പിന്നെ നിങ്ങൾക്ക് ഇതിന് കളർ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് കൂടി ആഡ് ചെയ്യട്ടെ. ഇപ്പോൾ ഇത്രയും കളർ മതിയല്ലോ, ഒരുപാട് കളറിൻ്റെ ആവശ്യമില്ലല്ലോ നോക്കണേ. അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയല്ലേ ചെല്ലണം നോക്കാം. അതെ അതെ അതെ. അയ്യോ അതാരാ പറയണത്, ഒന്നും മനസ്സിലായില്ല. തട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് ധാരണ തൊണ്ടയെ പിടിച്ച മാതിരി പറയണത്, ഇതൊന്നും മനസ്സിലാകുന്നില്ല. വെച്ചിട്ട് വരാം. അതിനാ ഷേപ്പ് അല്ലാത്തൊന്നും നോക്കണ്ട കേട്ടോ, കാരണം ഇത് മെൽറ്റായി വരുമ്പോഴത്തേക്ക് റെഡി ആവും. അപ്പോൾ അവിടെ ഇരുന്ന് ആയി വരട്ടെ. ഞാനപ്പോഴത്തേക്ക് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം, എന്നിട്ട് അടുത്ത കൂടി നമുക്ക് ഉണ്ടാക്കാം. അടുത്ത റെസിപ്പി ആയിരിക്കാം കേട്ടോ. മൈദ 1 കപ്പ്, പിസ്ത 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 ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നല്ലോ, ഇല്ലേ? അപ്പം ഇന്നത്തെ കൂടെ കൂട്ടിയിട്ട് നമ്മുടെ എത്രാമത്തെ കപ്പ് കേക്കായി ജോറുബി? റെഡി. എന്നാ ചിരി നോക്കി. 4 റുബി മിണ്ടാതെ എന്താ? ഏതൊക്കെയാ കഴിഞ്ഞത്? അടുത്ത് തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഇരിക്കും.
അതും ചെയ്യാം. സാധാരണ കേക്കിൻ്റെ ഐസിങ് നമുക്ക് ചെയ്യാം. പിന്നെ അത് ഐസിങ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ വരയ്ക്കാണല്ലോ ചെയ്യുന്നത്, അതും ചെയ്യാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ക്രീം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ലാസ്റ്റ് കാണിച്ചു തന്നെ ബട്ടർ ക്രീം വെച്ചിട്ടാണ്. ബാക്കി മറ്റതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കാരണം ബട്ടർ ക്രീമിൻ്റെ എല്ലാം അറിയാൻ പാടില്ലാത്തുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് ദിവസം നമ്മൾ അതിൻ്റെയാണ് കാണിച്ചു തരുന്നത്, ബട്ടർ ക്രീം എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. ഞാനീ പറഞ്ഞ അളവ് നീ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് അതുമാതിരി ചെയ്താൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ ഒരേപോലെ ചെയ്യാൻ പറ്റുക. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും അത്. പിന്നെ ഈ പിസ്തയുടെ ചെയ്യാൻ പോണ വേറെ രീതിയിലാണ്. എല്ലാം പഠിക്കണ്ടേ, ഒരേ രീതിയിൽ മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ, പല രീതിയിലും പഠിക്കണ്ടേ. ഇതിന് ബേക്കിംഗ് പൗഡർ വേണ്ട, നമ്മൾ മറ്റേ ഇതിട്ടിട്ടില്ലേ, ഏത് ബട്ടർ മിൽക്ക്, അതുകൊണ്ട് അതിന് ബേക്കിംഗ് പൗഡർ വേണ്ട, ബേക്കിംഗ് സോഡ മാത്രം മതി. അപ്പോൾ ഓക്കെ എഴുതിക്കോ കേട്ടോ. മൈദ 1 കപ്പ്, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, മിൽക്ക് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ മിൽക്ക് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഇതാണ് കേട്ടോ, ടീസ്പൂണാണേ, മറന്നു വേണ്ട. ഇനി വാനില എസൻസ് 1 ടീസ്പൂൺ, മാർജറിൻ 3 ടേബിൾ സ്പൂൺ, മാർജറിൻ 3 ടേബിൾ സ്പൂൺ. മാർജറിൻ എന്ന് പറയും, GSM എന്നും പറയും കേട്ടോ അതിനെ. ഒരു ഈച്ച കയറി വന്നേക്കും. എന്തായാലും ഒരു ഈച്ച അതെവിടെയോ വാതിൽ തുറന്നപ്പോൾ അകത്തേക്ക് കയറി വന്നേക്കണ. എന്താടി സോറി പറഞ്ഞ. ഷുഗർ പൗഡർ അവിടെ വന്ന് ചക്ക വന്നത്. ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ ചക്ക വിളയിച്ചെടുത്ത് തിന്നായിരുന്നു. ഷുഗർ പൗഡർ 1 കപ്പ്. ഇതിന് എഗ്ഗ് 4 എണ്ണം വേണം കേട്ടോ. 4 എഗ്ഗ്. 4 എഗ്ഗ് എഗ്ഗ് അവിടെ പൊട്ടി വീണ് കിടക്കുക. 4 എഗ്ഗ്. ബട്ടറിൻ്റെ എസൻസ് 2 ഡ്രോപ്സ്. നേരത്തെ ആരായിരുന്നു എന്നോട് എസൻസ് ഏതാണ്ട് ചോദിച്ചത്? ആരായിരുന്നു? സിൻസി ആണോ? റെഡ് വെൽവെറ്റിൻ്റെ എസൻസ് ആണോ? അതെ, സൗമ്യയാണോ? CECയുടെ റെഡ് വെൽവെറ്റിൻ്റെ എസൻസ്, CEC. റെഡ് വെൽവെറ്റിൻ്റെ എസൻസ്. അയ്യോ എൻ്റെ കൈ ഓഫായി. വാനില പൗഡർ 1/2 ടീസ്പൂൺ. അല്ല, എസൻസ് ഉണ്ട്, വാനില പൗഡർ ഉണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടും. 45 രൂപയുള്ളൂ. എന്താണ്? 2 ഡ്രോപ്സ്. പിസ്ത ക്രഷ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 ടേബിൾ സ്പൂണൊക്കെ ഇടാം കേട്ടോ. പിസ്ത എസൻസ് 2 to 3 ഡ്രോപ്സ്. പിസ്ത കളർ 3 ഡ്രോപ്സ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ആ മിൽക്ക് ഷേക്കിൻ്റെ മാതിരിയുള്ള ആ പിസ്തയുടെ ഫ്ലേവർ ഉണ്ടല്ലോ, ആ കളറും എസൻസും കൂടിയത്, അത് വാങ്ങിച്ചാലും മതി. ടൈഗറിൻ്റെ അത് മേടിച്ചാലും മതി. അതാകുമ്പോൾ കുറച്ചുകൂടി കൂട്ടിയിടണം. കൂട്ടിയിടണമെന്ന് പറഞ്ഞാൽ 1/2 ടേബിൾ സ്പൂൺ ഇടണം. അല്ല, 1/2 ടീസ്പൂണോളം ചേർക്കണം. അതാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ. എഴുതിയില്ലേ എല്ലാവരും? തുടങ്ങാം. അപ്പോഴത്തേക്ക് അതായി വരും. എന്തായി നോക്കട്ടെ. എന്താണെന്ന് ഇരിക്കുന്നു.
വേറൊരു തെറ്റ് പറ്റിയിട്ട് വേറൊരു കാര്യം ഞാൻ മറന്നു. ആ കാര്യം പറയാമോ? കൊണ്ടുവരുന്നത് അല്ല, പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. ഇല്ല, നഹി നഹി. ആര് കണ്ടുപിടിച്ചറിയുന്നു പറയട്ടെ. നോ നോ നോ. കഴിഞ്ഞ് ചെയ്ത് പോയതിലുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഇതിലല്ല, കഴിഞ്ഞ് ചെയ്ത് പോയതിലുള്ള കാര്യം. റെഡ് വെൽവെറ്റിൻ്റെ ഒരു സാധനം ഞാൻ ചേർക്കാൻ പോകുന്നത് എന്താണ് കണ്ടുപിടിച്ചത്? നോ, അതൊക്കെ ചേർത്തേ. കൊക്കോ പൗഡറൊക്കെ ഞാൻ ചേർത്താ. എന്താണ് ഞാൻ ചേർക്കാത്തതെന്ന് നിങ്ങൾ പറ. അല്ല, കൊക്കോ പൗഡർ ഞാൻ ചേർത്തു. അതും ചേർത്തു. അല്ല, അതും ചേർത്തു. എല്ലാവരും തോറ്റ? എല്ലാവരും തോറ്റാ? ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയാണ്. ബട്ടർ സെൻസ്. ബട്ടർ സെൻസ് എഴുതിക്കോട്ടോ. 2 ഡ്രോപ്സ്. അത് ഞാൻ വിട്ടുപോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ ബട്ടറാണ് എഴുതിയിരുന്നത് റെസിപ്പിയിൽ. പക്ഷെ ഞാൻ ഈ ബട്ടർ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് മാർജിൻ തന്നെയാണല്ലോ എടുത്തത്. അതാണ് പറ്റിയത്. അതാണ് വിട്ടുപോയത്. ബട്ടറാണെന്നല്ലേ ഞാൻ പറഞ്ഞതില്ലേ, 1/4 കപ്പ് ബട്ടർ. ഏത്? വേണം. അതെ. അല്ല പിന്നെ ബട്ടർ അതിൽ കൂട്ടിയെടുക്കേണ്ടി വരുന്നു മാത്രം. 1/2 കപ്പോളം എടുക്കണം. ബട്ടർ മാത്രം എടുക്കുകയാണെങ്കിൽ. എന്നാലും ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇതിനകത്തൊക്കെ നമുക്ക് ഓരോ എഗ്ഗ് വീതം പൊട്ടിച്ചു കൊടുക്കാം. ഇതിനകത്തൊരു മുട്ട പൊട്ടിയിട്ടുണ്ട്. വേണം മേടിച്ചിട്ടില്ല, പൊട്ടിച്ചിട്ട്
ഒരു മുട്ടയും കൂടി ഇടാം. 4 പറഞ്ഞേക്കണത് അല്ലേ? മുട്ട പൊട്ടിയിട്ട് എന്തായി നോക്കട്ടെ. ചൂട് നല്ല സോഫ്റ്റാ. താഴെ മുകളിലുള്ള കോയിൽ കൊടുക്കണം. അത് നമ്മളിതിന് ആകാനൊരു 10 മിനിറ്റ് ഉള്ളപ്പം. എൻ്റെ താഴെ മുകളിലുള്ള കോയിൽ കംപ്ലൈൻ്റ് ആണ്. അത് കാരണം വേറെ മുകളിൽ മാത്രമുള്ളൊരു കോയിലാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കും. പിസ്തയുടെ എസൻസ് ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ കളർ ആഡ് ചെയ്യാം. മൈദ 1 കപ്പ്, മിൽക്ക് പൗഡർ എത്രയാ? 1 ടീസ്പൂൺ അല്ലേ? കോൺഫ്ലോറോ 1 ടേബിൾ സ്പൂൺ. പിന്നെന്തൊക്കെയാണ്? വാനില എസൻസ് എത്ര ആണ്? ബേക്കിംഗ് പൗഡർ, എസൻസ് ഒക്കെ ചേർത്തല്ലോ, കണ്ടില്ലേ? അതും ചേർത്തല്ലോ, കണ്ടില്ലേ? കണ്ടില്ലേ? ഒരു വാഴപ്പൂവിൻ്റെ കളറില്ലേ?
പിസ്ത പൊടിച്ചത്. ഇതെല്ലാം കൂടി ഞാൻ എന്ത് ചെയ്യാമോ കഴിച്ച് ചേർക്കണമോ? നന്നായി ആന്നേ. നിങ്ങളൊക്കെ അടുത്തായിരുന്നു എന്തൊക്കെ സുഖമായിരുന്നു. എനിക്കെൻ്റെ സാധനങ്ങൾ തീർന്നിരിക്കണേ. അപ്പോൾ ആർക്കൂടെ കൊടുക്കും. ഈ ലോക്ക്ഡൗൺ കൂടി ചെയ്താൽ ആർക്കൂടെ കൊടുക്കും. ഇതിനാണ് ഇതൊന്നും അധികം കഴിക്കുകയില്ല. മധുരങ്ങൾക്ക് എരിവാണ് എപ്പോഴും വേണ്ടത്. ചോക്ലേറ്റ് തിന്നോളൂ. ഇന്നലെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഇല്ലേ, അവർ തിന്നു തീർത്ത്. ഫോട്ടോ എടുക്കാൻ പോലും നിന്നില്ല, അതിന് മുമ്പ് തിന്നത്. മറ്റേ ബട്ടർ സ്കോച്ചിൻ്റെ ചോക്ലേറ്റ് പിന്നെ 4 വെച്ച് ഫോട്ടോ എടുത്ത് 6 ഉണ്ടാക്കില്ലല്ലോ. പിന്നെ നീ പിന്നെ എടുത്തോണ്ട് പോയി നേരത്തെ ഓർമ്മത്. നീ അതിൽ വെച്ചാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ചിക്കു ഓടുന്നു. നല്ല ടേസ്റ്റ് ഇല്ല ചോക്ലേറ്റ്. നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ഇല്ലടാ, ഇല്ല 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 ഇല്ല, അത് ഞാൻ ഇട്ട് തരാം. അതൊക്കെ ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോ ഇട്ട് തരാം. കട്ട് ചെയ്ത് പൊതിയണതിൻ്റെ ഫോട്ടോ ഇട്ട് തരാം. ഇത് 12-ൽ കൂടുതൽ കിട്ടും. ഞാനിത് ഇങ്ങനെ ഫുള്ളാക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി വെക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുള്ളൂ. ഒരു 15 കിട്ടും കേട്ടോ. ഞാൻ ഇനി പിന്നെ ഇനി വെക്കണ്ടേ നോക്കട്ടെ. വെയിറ്റോ, വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. പാൽ വെച്ചേക്കണതിൻ്റെ വെയിറ്റ് നോക്കാം. വെയിറ്റ് അല്ലല്ലോ ഇതിന് നോക്കണത്. കപ്പ് കേക്കിന് നമ്മൾ കപ്പ് കേക്ക് എണ്ണ അല്ലേ? എണ്ണത്തിനാണ് കപ്പ് കേക്ക് കൊടുക്കണം, വെയിറ്റ് അല്ലല്ലോടാ. കവറിൽ പാക്ക് ചെയ്താണെന്നുണ്ടെങ്കിലും എണ്ണാണ് വന്നത്. വലിയ കൊണ്ട് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ടുകൊണ്ടാട്ടോ.
വെറുതെ ഇല്ല, ഞാൻ വെറുതെ ഇട്ടുള്ളൂ. വെച്ചിട്ട് വരാം.